ഫാമിലി ആയിട്ടല്ല കണ്ടത്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങള് അങ്ങനെ പോയത്. അപ്പൊ ഞാൻ തിയേറ്ററിന്റെ വെളിയിൽ നിൽക്കുക. ഒരു ഷോ കഴിഞ്ഞ് ഞാൻ അടുത്ത ഷോയിൽ കാരണം ഞങ്ങൾ നിൽക്കുമ്പോൾ ഒരു കുറെ എന്നെ പരിചയമില്ലാത്ത കുറെ പേര് ചാന്ദിനി ഇന്നുകൊണ്ട് വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു, എങ്ങനെ കാണും പോയിട്ട്, എങ്ങനെ ചാന്ദിയ സീൻ കാണും എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ എനിക്ക് ടെൻഷനായി. അയ്യോ എന്താണാവോ, അയ്യോ കണ്ടിരിക്കുവോ എന്നൊക്കെ ചോദിച്ചു. അന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അപ്പം ഞാൻ ആ ഷാട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും അത് സ്ക്രീനിൽ വരുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള ആ ഒരു ചങ്കിടിപ്പോടെ ഞാൻ ആ പടം കണ്ടത്. ശരിക്കും അന്ന് പടത്തിന് മുമ്പ് എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞു ഭയങ്കര പേടിച്ചിട്ട് എന്നിട്ട് കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്കത് കാണുമ്പോ ഒരു റോണക്സ് ആയിരുന്നു തോന്നുന്നു മേക്കപ്പ്. അന്ന് മേക്കപ്പിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, കണ്ടു കഴിഞ്ഞ് ഞെട്ടിപ്പോ. അത് ആക്ച്വലി സിനിമയിൽ കുറച്ച് ബ്ലഡ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ കണ്ണ് കംപ്ലീറ്റ് ചൂഴ്ന്നെടുത്ത കണ്ണുകളും ഫേസും ഈ ചെസ്റ്റിൽ വലിയ കുഴി പോലെ ഇതും ഇതെല്ലാമായിട്ട് മേക്കപ്പ് ചെയ്തിരുന്നു. ആ ഫോട്ടോ എൻ്റെ ഉണ്ടായിരുന്നു, പറഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോ. അപ്പം ആ ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നെ ഈ തട്ടിക്കൊണ്ട് പോകുന്ന ഞാൻ തട്ടിക്കൊണ്ടുപോയ കഥയാണ് എല്ലാവരും കേട്ടിട്ടുള്ളത്. പക്ഷെ ഇത് എന്നെ തട്ടിക്കൊണ്ടുപോകുന്ന. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാല് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ സമയം പോകുന്നതേ അറിയുന്നില്ല. ഞങ്ങള് പിന്നെ ഇന്റർവ്യൂ ആണെന്ന് ഞങ്ങളും അറിയുന്നില്ല, ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുന്ന പോലെ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് വർഷം ഇങ്ങനെ തന്നെ ഈ നിങ്ങളെ ഇപ്പൊ കണ്ടാലും ഒരു യങ് കപ്പിൾ ഫീലാ. ഏജ് ആയിട്ടില്ല. 13 വയസ്സിലൊക്കെ എല്ലാം കഴിച്ചു. അയ്യോടാ മക്കളെ വിളിച്ചെടുക്കരുത് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്തായാലും ഇതുപോലെ ഒരുപാട് വർഷം ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ ചേട്ടാ, ചേച്ചി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്.